അടുത്ത ചോദ്യം, ക്രിപ്റ്റോ കറൻസീസ് ഇന്ത്യയിൽ ബാൻ ആകുമോ? ഇന്ത്യയിൽ നിന്നല്ല, എവിടെയെങ്കിലും ബാൻ ആവാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഇല്ല. കാരണം ക്രിപ്റ്റോ കറൻസീസ് ഒരു സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ടോട്ടലി ഓൺ ദ ഇൻ്റർനെറ്റ്. അത് ബാൻ ചെയ്യാൻ പറ്റില്ല. കാരണം അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. ഒരു ബ്ലാങ്കറ്റ് ബാൻ ഇടാനായിട്ട് ഒരിക്കലും ഒരു ഗവൺമെൻറ്റിന് സാധിക്കില്ല. ഗവൺമെൻറ്റിന് ആകെ ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആൾക്കാരെ ഡിസ്കറേജ് ചെയ്യുക. കാരണം വേറെ ഒന്നും അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഡിസ്കറേജ് ആസ് ഇൻ ഇതിലുള്ള ടാക്സ് കൂട്ടുക, അല്ലെങ്കിൽ ഇതിലുള്ള ആ ഒരു എക്സ്ചേഞ്ചിനെ ഡീകമ്മീഷൻ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഇന്ത്യയിൽ ബാൻ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളെ കുറയ്ക്കാൻ സാധിക്കും. പക്ഷെ ഒരിക്കലും ഈ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസീസ് മൊത്തമായിട്ട് ബാൻ ചെയ്യാൻ ഒരു ഗവൺമെൻറ്റിന് സാധിക്കുന്നതല്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഇന്ത്യയിൽ വന്ന TDS 1% TDS 30% ഓഫ് ടാക്സ് ഓൺ ക്രിപ്റ്റോ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അവർക്ക് ഒരിക്കലും ഇത് ബ്ലാങ്കറ്റ് ബാൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ അതുകൊണ്ട് തന്നെ ഇവർ മാക്സിമം ഡിസ്കറേജ് ചെയ്യാനാണ് നോക്കുന്ന ആൾക്കാരെ. ബൈനാൻസ് എന്നുള്ള ഒരു ഹ്യൂജ് എക്സ്ചേഞ്ചും ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കേട്ടു വന്ന വാർത്ത ബൈനാൻസ് തിരികെ വരുന്നു എന്നാണ്. ഇനി സപ്പോസ് ഗവൺമെൻറ്റ്സ് എല്ലാം ഈ ബൈനാൻസിനെ ബാൻ ചെയ്ത പോലെ എക്സ്ചേഞ്ചിനെല്ലാം ടോട്ടൽ എവരി എക്സ്ചേഞ്ചിനെ ബാൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സ്റ്റിൽ ട്രാൻസാക്ട് ചെയ്യാൻ പറ്റും. കാരണം അവിടെ സെൻലെസ് എക്സ്ചേഞ്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ പിയർ ടു പിയർ എക്സ്ചേഞ്ചസ് വരുന്നുണ്ട്. ഇതൊന്നും അങ്ങനെ ബാൻ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളല്ല. ഇതെല്ലാം പോട്ടെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ക്രിപ്റ്റോ കറൻസീസ് ബാൻ ചെയ്യണോ? ഇത്രയധികം ലോസ് വരുന്നുണ്ട്, കുറേ പേര് സ്കാം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ബാൻ ചെയ്യേണ്ട സംഭവമാണോ? അല്ലെങ്കിൽ ബാനിന് ബദലായിട്ട് വേറെ എന്തൊക്കെ ഗവൺമെൻറ് ചെയ്യാം എന്നുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.